നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. വളരെയധികം ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതേസമയം തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗപദവിയുടെയും ഒക്കെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ധാരാളം ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ. കാലാകാലങ്ങളായി സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവും വൈകാരികവുമായ ശാക്തീകരണം ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയിൽ അത്യന്താപേക്ഷിതമാണ്. ഈ ആശയത്തെ മുൻനിർത്തി ഇന്ന് ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ്, അതായത് സ്ത്രീകളിൽ നിക്ഷേപിച്ച് അഭിവൃദ്ധിയെ, നമ്മുടെ പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്ന സന്ദേശത്തെ, ആശയത്തെ അടിസ്ഥാനമാക്കി അന്തർദേശീയ തലത്തിൽ നമ്മൾ ഇന്ന് മാർച്ച് 8 വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചും ആധികാരികമായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് സാമൂഹ്യ പാഠത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സൂര്യ എസ്, മാനേജർ, അഗ്രി ബിസിനസ് യൂണിറ്റ്, SBI ലോക്കൽ ഹെഡ് ഓഫീസ്, തിരുവനന്തപുരം. നമസ്കാരം മാം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്തർദേശീയ തലത്തിൽ വനിതാ ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ആദ്യമേ തന്നെ നമ്മൾ പ്രേക്ഷകർക്കെല്ലാം വനിതാ ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത്തിലേക്കും പ്രസക്തിയിലേക്കും കടന്നു വരുമ്പോൾ മാമിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് അന്തർദേശീയ തലത്തിൽ ഈ വനിതാ ദിന ആഘോഷത്തിൻ്റെ പ്രസക്തി? ഏവർക്കും നമസ്കാരം. എല്ലാ വനിതകൾക്കും SBIയുടെ ഹൃദ്യമായ വനിതാ ദിന ആശംസകൾ. സ്ത്രീകളുടെ നേട്ടങ്ങളും അതുപോലെ അവരുടെ ശക്തിയെയും എല്ലാം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാ വർഷവും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്നത്. എന്നാൽ ഇത് കേവലം ഒരു ആഘോഷം മാത്രമല്ല, നമ്മുടെ ലിംഗസമത്വത്തിനും അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിനും നമ്മുടെ സമൂഹം ഒന്നാകെ മുന്നിട്ട് വരണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതുപോലെ നമ്മുടെ ബാങ്കിങ് മേഖലയിൽ SBIക്ക് സ്ത്രീകൾക്ക് പ്രത്യേകമായി ബാങ്കിങ് സേവനങ്ങൾ നൽകിക്കൊണ്ട് അവരെ മുൻനിരയിലേക്ക് എത്തിക്കാനും സാമ്പത്തികമായി അവരുടെ ഫ്രീഡം, അതായത് എക്കണോമിക് ഫ്രീഡം എത്തിക്കുന്നതിനും വേണ്ടി ആണ് SBI പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. മാം ഇപ്പം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ സ്ത്രീകളുടെ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീകളെ സമൂഹത്തിൽ മുൻപോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ചും പറയുമ്പോൾ അവരുടെ സാമ്പത്തിക ശാക്തീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ സ്ത്രീകളുടെ സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണം, ഇപ്പം മാം പറഞ്ഞ എക്കണോമിക് ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? അതെ, നമുക്ക് SBIയിൽ ഗ്രാമീണ വനിതകൾക്ക്, അവർക്കാണല്ലോ ശരിക്കും ഈ സാമ്പത്തിക ഭദ്രത കൂടുതൽ നമ്മൾ എത്തിക്കേണ്ടത്. അപ്പോൾ അതിലേക്കായി നമുക്ക് ഡെപ്പോസിറ്റ് സ്കീംസ് ഉണ്ട്, അതുപോലെ ചെറിയ രീതിയിലുള്ള ഇൻഷുറൻസ് പദ്ധതികളുണ്ട്, അതുപോലെ അവരെ സംരംഭകരായി മുൻനിരയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നമുക്ക് പലവിധമായ ലോൺ പദ്ധതികളും ഉണ്ട്. അതിൽ നമ്മൾ ഈ പദ്ധതികളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പം മാം ഇപ്പോൾ ബാങ്കിങ് മേഖലയിൽ കുറേ കാലം പ്രവർത്തിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എത്രമാത്രം സ്ത്രീകൾക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള കൃത്യമായൊരു ധാരണയുണ്ട്? എത്ര പേരങ്ങനെ മുൻപോട്ട് വരുന്നുണ്ട്? പൊതുവേ ഇപ്പോൾ നമ്മൾ ബ്രാഞ്ച് മാനേജറായിട്ടൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബാങ്കിങ് മേഖലയിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ അക്കൗണ്ട് തുടങ്ങുന്നതിനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതിലേക്കാണെങ്കിലും നമുക്ക് ധാരാളമായി എത്താറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ബാങ്കിങ് മേഖലയിൽ പുരുഷന്മാർ വന്ന് നേരിൽ വരുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലാണെങ്കിൽ സ്ത്രീകൾ വരാറുണ്ട്. അവർ അക്കൗണ്ട് എടുക്കാറുണ്ട്, ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരാറുണ്ട്, അതുപോലെ വായ്പകൾ എടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു പുരുഷന്മാരാണ് ഒന്നും കൂടെ മുന്നിൽ വരുന്നത്. അപ്പം അതിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നേരിയ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ വായ്പ എടുക്കുന്ന കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ കുറച്ച് പിന്നോക്കമാണ്. അപ്പം അതിലേക്കാണ് ഗവൺമെൻറ് പല പുതിയ പദ്ധതികളും കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം മാം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പല വിധത്തിലുള്ള പദ്ധതികളുണ്ട്, ഡെപ്പോസിറ്റ് സ്കീംസ് ഉണ്ട്. അപ്പം എന്തൊക്കെ പദ്ധതികളാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി സ്ത്രീകൾക്ക് വേണ്ടി ഡെപ്പോസിറ്റ് സ്കീംസ് നിലവിലുള്ളത്?
ഡെപ്പോസിറ്റ് സ്കീംസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സുകന്യ സമൃദ്ധി പദ്ധതി എന്ന് പറഞ്ഞ ഒരു സ്കീമുണ്ട്. അത് 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് അതിൽ ചേരാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് 21 വർഷമാണ് അതിൻ്റെ കാലാവധി. 250 രൂപ അടച്ചാണ് നമുക്കതിൽ ചേരാൻ സാധിക്കുന്നത്. ജനിച്ച ഉടനെ ചേരാം. ജനിച്ച ഉടനെ തൊട്ട് 10 വയസ്സിനുള്ളിൽ വരെ ആണ് നമുക്ക് ചേരാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് ചേരുന്ന സമയത്ത് ആദ്യം അടയ്ക്കേണ്ട തുകയെന്ന് പറയുന്നത് 250 രൂപയാണ്. പിന്നെ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു വർഷം ഏപ്രിൽ തൊട്ട് മാർച്ച് വരുന്ന കാലയളവിൽ നമുക്ക് 1.5 ലക്ഷം രൂപ വരെ മാക്സിമം അതിനകത്ത് നിക്ഷേപിക്കാൻ സാധിക്കും. അത് ഒറ്റത്തവണയായിട്ടാണോ? അല്ല, മാസാമാസം നമുക്ക് അടയ്ക്കാം. അല്ലെങ്കിൽ ഒറ്റത്തവണ അടയ്ക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. മാസാമാസം ചെറിയ ചെറിയ തുകകളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള തുക, നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാസാമാസം ഇത്ര തുക വീതം ഈ സുകന്യ സമൃദ്ധി അക്കൗണ്ടിലേക്ക് പോകണമെന്ന് നമുക്ക് ഇൻസ്ട്രക്ഷനായിട്ട് നൽകാൻ സാധിക്കും. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ തുക എല്ലാ മാസവും നമ്മുടെ സുകന്യ സമൃദ്ധി അക്കൗണ്ടിലേക്ക് മാറിക്കൊള്ളും. ഇപ്പോൾ നിലവിൽ അതിന് പലിശ 8.2% ഉണ്ട് പലിശ. അപ്പോൾ ഇത് നമ്മൾ നിശ്ചിതമായിട്ടുള്ള ഒരു തുക നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് മാസം അങ്ങനെ അടയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള തുക അതാത് മാസം കൊണ്ടുവന്ന് നേരിട്ട് നിക്ഷേപിക്കുകയും ആവാം. അതായത് ഇപ്പൊ കൃത്യമായിട്ട് ഇത്ര എമൗണ്ട് വേണമെന്ന് നിർബന്ധമില്ല. അത് ശരിക്കും നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഈ മാസം അടയ്ക്കുന്ന തുകയെക്കാളും അടുത്ത മാസം കുറഞ്ഞാലോ കൂടിയാലോ അത് പ്രശ്നമില്ല. ഇപ്പം മാമിന്റെ അനുഭവത്തിൽ എത്ര പേര്, ധാരാളം ആളുകൾ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും മിക്കവാറും എല്ലാ പെൺകുഞ്ഞുങ്ങളുണ്ടാവുന്ന മിക്കവാറും എല്ലാവരും തന്നെ സുകന്യ സമൃദ്ധി പദ്ധതി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിട്ടേൺസ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? റിട്ടേൺസ് എന്ന് പറയുന്നത് ചേർന്നിട്ട് 21 വർഷമാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. 21 വർഷം കഴിയുമ്പോഴാണ് നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് അല്ലാണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് 18 വയസ്സ് കഴിയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിലേക്കാണെങ്കിൽ നമുക്കത് അപ്പോൾ ക്ലോസ് ചെയ്തെടുക്കുകയും ആവാം. അപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പം മാതാപിതാക്കളാണ് ചേരുന്നത്, അമ്മയ്ക്കോ അച്ഛനോ ചേരാമല്ലോ. അപ്പോൾ ചേരുമ്പോൾ ഇപ്പോൾ 10ാമത്തെ വയസ്സിലാണ് ചേരുന്നതെങ്കിൽ പിന്നെ അടുത്ത 8 വർഷത്തിന് ശേഷം അത് എടുക്കാം. അത് കൂടുതലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മാമിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് പേരൻസ് അതിനെ കാണുന്നത്? വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ലേ? അതെ, തീർച്ചയായിട്ടും വിദ്യാഭ്യാസം തന്നെയാണ്. നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം അവർ കൂടുതലും ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലരും അതിനകത്ത് അംഗത്വം എടുക്കുന്നത്. നമുക്കൊരു കോളർ ലൈനിലുണ്ട് മാം. ശ്രീ PN നായർ ഫ്രം മുംബൈ. നമസ്കാരം സർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം സർ, കേൾക്കുന്നുണ്ട്. ഹലോ. നമസ്കാരം സർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ സർ. ഹലോ. കേൾക്കുന്നുണ്ട് സർ, സംസാരിച്ചോളൂ. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം സാർ. എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കുറച്ച് ഇൻഫർമേഷൻ ആണ് എനിക്ക് വേണ്ടത് ആക്ച്വലി. മാഡം, എന്റെ ഒരു നാട്ടില് ഒരു സഹോദരിക്ക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്, കമ്പ്യൂട്ടറൊക്കെ പഠിച്ച ശേഷം കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവന് സഫീഷ്യന്റ് പൈസയില്ല. അപ്പൊ ബാങ്ക് ത്രൂ, ഇപ്പൊ ഏതെങ്കിലും ബാങ്ക് ത്രൂ, CA ആയിരിക്കണമെന്നല്ല, അല്ലാതെ ഏതെങ്കിലും ബാങ്ക് ത്രൂ ആണെങ്കിലും ഒരു ലോൺ എടുക്കാൻ, ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലോൺ എടുക്കാൻ എന്താണ് സാധ്യത? അത് ഈ തുടങ്ങുന്ന കമ്പനിയായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തെങ്കിലും കൊടുക്കണോ? അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ, കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ഒരു 3-4 കമ്പ്യൂട്ടറിലും വേണ്ടി വരും. ആക്ച്വലി അതിന് കുറച്ച് തുക കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാങ്ക് ത്രൂ എന്തെങ്കിലും നമുക്ക് ഇതേപ്പറ്റി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാർ. ബാങ്കിന്റെ ത്രൂ എന്നിട്ട് അതേപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം മാഡം. തീർച്ചയായിട്ടും. ഡോക്യുമെന്റ്സ് ആണോ അതിലെ? അതെ, ഇത് സെൽഫ് എംപ്ലോയ്മെൻ്റ് പാർട്ടായിട്ട് സ്ത്രീകൾക്ക് തുടങ്ങാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ്. അതിനകത്ത് നമ്മൾ ലോൺ തുക എത്രത്തോളമാണെന്ന് അറിഞ്ഞിട്ടാണ് നമുക്കത് ഏത് സ്കീമിൽ കൊടുക്കാൻ പറ്റുമെന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നത്. 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് മുദ്ര സ്കീമുണ്ട്. മുദ്ര സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ലോൺ നൽകാൻ സാധിക്കും. അപ്പം നമുക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത്
ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി പ്രൂഫും കാര്യങ്ങളും, പിന്നെ അതുപോലെ അത് ആദ്യം നോക്കിയിട്ട് നമ്മൾ സിബിൽ നോക്കിയിട്ടാണ് നെക്സ്റ്റ് നടപടിയിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കൊട്ടേഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ബേസിസിലാണ് ലോൺ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ലോൺ എടുക്കാൻ സാധിക്കും. വിളിച്ചതിന് നന്ദി സർ. മാം, നമ്മൾ ഈ ലോണുകളെ കുറിച്ച് വിശദമായി സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് മാം ഇപ്പോൾ ഡെപ്പോസിറ്റ് സ്കീമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ തീമുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ വിമൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം, അതുപോലെ സ്ത്രീകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക, ഇതെല്ലാം ഒരു വിശാലമായ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നില്ലേ മാം? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ മറ്റ് ഡെപ്പോസിറ്റ് സ്കീമുകൾ എന്തൊക്കെയാണ് സുകന്യ സമൃദ്ധി അല്ലാതെ? സുകന്യ സമൃദ്ധി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ, പിന്നെ ഗ്രാമീണ സ്ത്രീകളെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് PMJDY അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട്സ് ഉണ്ട്. അത് എല്ലാ ജനങ്ങൾക്കും, സ്ത്രീകൾക്കെന്നുള്ളതല്ല എല്ലാവർക്കും എടുക്കുന്ന അക്കൗണ്ടാണ് PMJDY അക്കൗണ്ട്. 0 ബാലൻസിൽ തുടങ്ങുന്ന അക്കൗണ്ടാണ് PMJDY അക്കൗണ്ട്സ്. അതുകൂടാതെ കഴിഞ്ഞ വർഷം നമുക്ക് മഹിളാ സമ്മാൻ പദ്ധതി എന്ന് പറഞ്ഞിട്ട് മഹിളകൾക്ക് മാത്രം, സ്ത്രീകൾക്ക് മാത്രം ചേരാവുന്ന ഒരു ഡെപ്പോസിറ്റ് സ്കീം ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് 7.5% പലിശ. 1000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് അതിനകത്ത് നിക്ഷേപിക്കാൻ സാധിക്കുന്നത്. 2 വർഷമാണ് അതിൻ്റെ കാലാവധി വരുന്നത്. അതാണ് മഹിളാ സമ്മാൻ പദ്ധതി. മാസം തവണകളായിട്ടാണോ അടയ്ക്കേണ്ടത്? അത് മാസത്തവണകളല്ല, അത് ഒറ്റ തവണയായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമാണത്. അതിൽ 1000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. 2 വർഷത്തെ കാലാവധി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തവണ നമുക്കിപ്പം ഒരു തുക ഇട്ടു, പിന്നെ അടുത്ത തവണ പിന്നെ നമുക്ക് വീണ്ടും ഒരു കുറച്ച് തുക നമ്മുടെ കയ്യിൽ വന്ന് ചേരുകയാണെങ്കിൽ അതും ചെയ്യാം. അങ്ങനെ മൊത്തം തുക കൂട്ടുമ്പോൾ 2 ലക്ഷം വരെ എത്തിക്കാം. അത് നമുക്ക് പല തവണകളായിട്ട് പല പ്രായിട്ട് ഇടാൻ പറ്റും. ഇപ്പോൾ ഈ 2 പദ്ധതികളെ കുറിച്ചും മാം പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കൃത്യമായിട്ടൊരു തുക അടയ്ക്കണം എന്ന നിർബന്ധമില്ല. അത് സ്ത്രീകളുടെ കയ്യിൽ, അവരുടെ കയ്യിൽ വരുമാനം വരുന്നത് അനുസരിച്ച് ചെയ്യാൻ സാധിക്കും. അത് ശരിക്കും നമ്മുടെ പ്രേക്ഷകർ, പ്രത്യേകിച്ചും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ഈ നിക്ഷേപങ്ങൾ വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്, എല്ലാ മാസവും കൃത്യമായിട്ട് ആ തുക അടയ്ക്കാൻ പറ്റുമോ? ഈ പദ്ധതികൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുപോലെ മറ്റ് ഡെപ്പോസിറ്റ് സ്കീമുകൾ എന്തൊക്കെയാണ് മാം നിലവിലുള്ളത്? സ്ത്രീകൾക്കായിട്ട് ഡെപ്പോസിറ്റ് സ്കീംസ് ആയിട്ട് ഇത് രണ്ടുമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഉള്ളത് ചെറിയ ഇൻഷുറൻസ് പദ്ധതികളാണ്. ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ നിക്ഷേപങ്ങൾ എത്രമാത്രം പൊതുവെ നമ്മുടെ ഇപ്പൊ മാമിന്റെ അനുഭവത്തിൽ സ്ത്രീകൾ അത് ഒരു ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട്? പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെക്കാൾ അധികം ഈ നിക്ഷേപത്തിന് മുന്നിൽ കാണുന്നത് സ്ത്രീകൾ തന്നെയാണ്. അതായത് അവരുടെ കയ്യിൽ ഒരു തുക വന്നു ചേർന്നാൽ അത് ഫ്യൂച്ചറിലേക്ക്, അതായത് കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനേക്കായിട്ട് കരുതി വെക്കാനുള്ള ഒരു കരുതൽ അതെപ്പോഴും സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ സ്ത്രീകൾക്ക് സാധിക്കും. അതുപോലെ അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യത്തിനായിട്ട് ഡെപ്പോസിറ്റ്സ് ഇടാനും ഒക്കെ സാധിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പദ്ധതികളുടെ ഭാഗമായി സ്ത്രീകൾ മാറുന്നതിലൂടെ അത് കുട്ടികളുടെ ജീവിതത്തെ വലുതായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ജീവിതത്തെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇന്ന് സാമ്പത്തിക ശാക്തീകരണത്തെക്കുറിച്ച് ഏറെ പ്രാധാന്യത്തോടു കൂടി സംസാരിക്കേണ്ടതുണ്ട്. മാം, അതുപോലെ ഇൻഷുറൻസ് സ്കീംസിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ഇൻഷുറൻസ് പദ്ധതികൾ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ തുക അടച്ചുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് നേടിയെടുക്കാം. അപ്പം അതിന് ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്ന പദ്ധതികളാണ് PMSBY, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. അത് 20 രൂപ വാർഷികമായിട്ട് അടച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ അപകട മരണ ഇൻഷുറൻസ് ആണത്. 2 ലക്ഷം രൂപയാണ് അത് നോമിനിക്ക് ലഭ്യമാകുന്നത്. നമുക്ക് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് മറ്റൊരു കോളർ ഉണ്ട്, കൊല്ലത്ത് നിന്ന് ദേവിക. ഹലോ. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ദേവിക കേൾക്കുന്നുണ്ടോ? മാമിനോട് ചോദിച്ചോളൂ. നമസ്കാരം. ദേവിക. എന്റെ ഒരു റിലേറ്റീവിനാണെങ്കിൽ സുകന്യ സമൃദ്ധി പദ്ധതിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു.
അപ്പം ആ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. അമ്മയായിരുന്നു നോമിനി ആയിട്ട് കൊടുത്തിരുന്നത്. അപ്പം അവിടെ ചെന്നപ്പം നമുക്ക് ഇനി സുകന്യ സ്കീമിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യണം. അപ്പോഴാണെങ്കിൽ നോമിനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. പക്ഷേ നോമിനി മരണപ്പെട്ടു. അപ്പൊ നമ്മൾ ആ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അല്ല, നമുക്കത് നോമിനി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഏത് ബ്രാഞ്ചിലാണോ ചെല്ലുന്നത്, നമ്മളവിടെ ഇങ്ങനെ ഈ എന്താണ് ഇപ്പോൾ പറഞ്ഞ ഈ അവസ്ഥയുണ്ടല്ലോ, അത് നമ്മളവിടെ ബോധ്യപ്പെടുത്തുകയും അതിനുള്ള രേഖകൾ സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പദ്ധതിയിൽ നോമിനിയെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വിളിച്ചതിന് നന്ദി ദേവിക. മാം, ഈ കോള് വരുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചാണ്. അത് ഒരു 20 രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു തുകയാണ്. അതിലെങ്ങനെയാണ്, എത്ര രൂപയ്ക്കാണ് ഇൻഷുറൻസ് ഉള്ളത്? 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ അപകട മരണ ഇൻഷുറൻസ് ആണ് അത് ലഭ്യമാകുന്നത്. പക്ഷേ വാർഷികമായിട്ട് 20 രൂപ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകത്തുള്ളൂ. ഇത് 18 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ചേരാൻ സാധിക്കും. 70 വയസ്സ് വരെ. ശരിക്കും ഈ പദ്ധതികളെ കുറിച്ച് എത്ര പേർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്? പലപ്പോഴും ഇത് അറിയാതെ പലരും ചേരാതെ പോകുന്നില്ലേ? അതെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാങ്കിങ് മേഖലയിൽ ഞാൻ പേഴ്സണലി നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സേവിങ്സ് അക്കൗണ്ട്സ് എടുക്കാൻ വരുമല്ലോ, അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം നമ്മൾ ഈ പദ്ധതികളുടെ ഫോംസും നൽകാറുണ്ട്. നൽകിയിട്ട് അത് ആവശ്യമുള്ളവർ, നമ്മൾ അന്നേരം ആ കൗണ്ടറിലിരിക്കുന്ന ആൾക്കാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. അപ്പോൾ അവർക്കപ്പോൾ അത് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ അത് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് അതും കൂടെ ചെയ്ത് നൽകാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാങ്കിങ് പ്രെമിസസിലൊക്കെ ഇതിൻ്റെ ഫ്ലെയേഴ്സൊക്കെ ഡിസ്പ്ലേ ചെയ്യാറുമുണ്ട്. നമുക്ക് മറ്റ് പദ്ധതികളെ കുറിച്ച് വിശദമായി സംസാരിക്കണം. അതിനു മുമ്പ് ഒരു ഇടവേളയാണ്. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ, മൺവിളക്കുമി പാത്രങ്ങളും എന്റെ പൊന്മുളം തണ്ടുമൊക്കെയുമായിതാ പോകയായി ഞാൻ. ഒരേ എഴുത്തും പല നിലവുകളുമായി പല മനുഷ്യരിലൂടെ തലമുറകളിലൂടെ കവിത അതിന്റെ യാത്ര തുടരുകയാണ്. ധീരമാമുഖം തന്നെ നോക്കി നിന്നു ഞാൻ, ഗുണോദാരനാമവിടത്തേക്കെന്തു തോന്നിയോ ഹൃത്തിൽ ഭാവപാരവശ്യ. ഉല്ലേഖം, കവിതയിലെ വെളിച്ചങ്ങൾ. എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പുനഃസംപ്രേഷണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. അന്തർദേശീയ വനിതാ ദിനമായ ഇന്ന് ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്ന വിഷയത്തെ അധിഷ്ഠിതമാക്കിയാണ് നമ്മൾ ഇന്നത്തെ ഈ വർഷത്തെ തീമിനെ, ആശയത്തെ അധിഷ്ഠിതമായാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ പാഠത്തിൽ. പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലയും അതിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി ബാങ്കിങ് മേഖലയിൽ നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുമാണ്. മാം, നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചാണ്. മറ്റേത് ഇൻഷുറൻസ് പദ്ധതികളാണ് ഇപ്പോൾ നിലവിലുള്ളത്? നമ്മളിപ്പോൾ പറഞ്ഞത് PMSBY ആയിരുന്നു. അത് കഴിഞ്ഞുള്ളത് PMJJBY എന്നൊരു സ്കീമുണ്ട്. അതിനകത്ത് നമുക്ക് 18 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെയുള്ള വ്യക്തികൾക്കാണ് ചേരാൻ സാധിക്കുന്നത്. അത് വർഷം 435 രൂപ അടച്ചാണ് നമുക്ക് ചേരാൻ സാധിക്കുന്നത്. അതിന് 2 ലക്ഷം രൂപയാണ് നോമിനിക്ക് ലഭ്യമാകുന്നത്. അതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഏത് മരണം സംഭവിച്ചാലും, അപകട മരണമല്ല, ഏത് രീതിയിലുള്ള മരണം സംഭവിച്ചാലും ഈ നോമിനിക്ക് ഈ തുക ലഭ്യമാകുന്നതാണ്. ഒരു വ്യക്തി തന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ 2 ഇൻഷുറൻസ് പദ്ധതികളിലും ഒരുമിച്ച് ചേരാമല്ലോ. ശരിക്കും പ്രേക്ഷകർ കൃത്യമായി മനസ്സിലാക്കുന്നത്, രണ്ടും കൂടെ ചേർക്കുമ്പോൾ വർഷത്തിൽ 450 രൂപയിൽ 455 രൂപയേ ആവുന്നുള്ളൂ.
നമ്മളിപ്പം ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലാഖ്പതി ദീദി പോലെയുള്ള പദ്ധതികൾ. ആ പദ്ധതികളെ കുറിച്ച് വിശദമായി ഒന്ന് പറയുമോ മാം? തീർച്ചയായിട്ടും. നമ്മുടെ സർക്കാരിൻ്റെ ഗ്രാമീണ മേഖലയിലെ വനിതകളെ മുൻനിർത്തിയുള്ള പദ്ധതിയാണ് NRLM എന്ന് പറയുന്നത്. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ് അതിൻ്റെ പേര്. അത് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് വനിതകളുടെ സമ്പാദ്യശീലം വളർത്തിക്കൊണ്ട്, ചെറിയ സമ്പാദ്യശീലം വളർത്തിക്കൊണ്ട് ചെറിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്തുകൊണ്ട്, അതിനെ നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അതിനെ കുടുംബശ്രീ യൂണിറ്റുകൾ എന്ന് പറയുന്നു. ഈ കുടുംബശ്രീ യൂണിറ്റുകൾ വഴി അവർ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് പുതിയ മൈക്രോ ക്രെഡിറ്റ് യൂണിറ്റുകൾ തുടങ്ങിക്കൊണ്ട് അവരുടെ സമ്പത്ത് വലുതാക്കിക്കൊണ്ട് അവർക്ക് സമൂഹത്തിൽ ഒരു നല്ല രീതിയിലുള്ള ജീവിതം എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് NRLM സ്കീം. ഈ NRLM സ്കീമിൻ്റെ അടുത്ത പടിയായിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ ലാഖ്പതി ദീദി എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും മാം, ഈ സ്വയം സഹായ സംഘങ്ങളും നമ്മൾ പറയുന്ന മൈക്രോ ഫിനാൻസ്, മൈക്രോ ക്രെഡിറ്റ്, ഇതൊക്കെ സ്ത്രീകളുടെ, ഇപ്പം നമ്മൾ ഇന്നത്തെ വനിതാ ദിന സന്ദേശമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറഞ്ഞാൽ സ്ത്രീകളിലുള്ള വലിയ നിക്ഷേപവും അതുവഴി സമൂഹത്തിലുള്ളൊരു വലിയ നിക്ഷേപം കൂടിയല്ലേ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ സ്ത്രീകൾക്ക് സമ്പാദ്യശീലം വളരുന്നതിലൂടെ അവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഒന്നാകെ ഉയർച്ച കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അതുമാത്രമല്ല, സ്ത്രീകൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയായി വന്നു കഴിയുമ്പോൾ അവർ രാഷ്ട്രീയമായി ശക്തീകരിക്കപ്പെടുന്നു. അവരിൽ പലരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അവർ പ്രാദേശികമായിട്ടുള്ള പല സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ ഇടപെടുന്നത് നമുക്ക് കാണുമ്പോൾ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒന്നല്ലേ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാം നേരത്തെ പറഞ്ഞത് ലാഖ്പതി ദീദിയെ പറ്റി പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ പുതിയതായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണത്. അതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ വനിതകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ സംരംഭകരാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതിനായിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ ബേസിസിൽ 3 കോടി വനിതകളെയാണ് ആദ്യത്തെ പടിയായിട്ട് സംരംഭകരാക്കാനായിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ ലാഖ്പതി ദീദിയുടെ വളർച്ചയ്ക്കായിട്ട് SBI കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് സ്വയം സിദ്ധ പദ്ധതി. ഇപ്പം നമ്മൾ ശരിക്കും മാം പറയുമ്പോൾ വനിതാ സംരംഭകർ, ഇപ്പം നമ്മുടെ നേരത്തെ വിളിച്ച അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് വേണ്ടി ലോൺ കിട്ടുമോ എന്നാണ് ചോദിച്ചത്. ഇപ്പം സ്ത്രീകൾ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, സ്വയം വരുമാനം ഉണ്ടാകുക പ്രധാനമാണ്. അതിപ്പോൾ ഒരു കൃത്യമായ ഒരു ജോലി ചെയ്താവണം. സ്വന്തമായിട്ട് ഒരു സംരംഭകത്വം സ്ത്രീകളുടെ ഇടയിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ധാരാളം പദ്ധതികൾ നടക്കുന്നില്ല. അപ്പം അതിൽ നമ്മൾ ഈ പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സ്ത്രീകൾ ഒരു സംരംഭകത്തിലേക്ക് വരേണ്ടത് ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ സാധിക്കും? അതെ, ഈ പുതിയ സംരംഭങ്ങൾ പല രീതിയിൽ നമുക്ക് ഗ്രാമീണ മേഖലയിൽ കാണാൻ സാധിക്കും. കൃഷി മേഖലയിൽ കാണാൻ സാധിക്കും. അതുപോലെ മൈക്രോ യൂണിറ്റുകൾ, ഈ ചെറുതായിട്ട് അതെ, ഈ പൊടി വർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടോ അല്ലെങ്കിൽ തയ്യൽ യൂണിറ്റുകൾ, അങ്ങനെയുള്ള ഇതെല്ലാം സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കും. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു മുന്നിട്ടിറങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ ലോൺ കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അവർ നേരിടുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സ്ത്രീകൾക്ക് ലോൺ കിട്ടുന്നത് എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ സ്വയം സിദ്ധ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് 80,000 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഈ സ്വയം സിദ്ധ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിന് ഈട് നൽകേണ്ടതില്ല. ഇതിന് ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഈ ഗ്യാരണ്ടി ഗവൺമെൻറ് നൽകുമ്പോഴും അതിന് ഒരു ട്രസ്റ്റാണ് അതിൻ്റെ ഗ്യാരണ്ടി നൽകുന്നത്. അപ്പോൾ അതിന് ഒരു ഫീസ് വരുന്നുണ്ട്. പക്ഷേ ആ ഫീസും കൂടെ ഈ സ്വയം സിദ്ധ പദ്ധതിയിൽ ഗവൺമെൻറ് തന്നെ അടയ്ക്കും. അതാണ് ഈ സ്കീമിനകത്തുള്ള ഒരു പ്രത്യേകത. പിന്നെ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കുന്ന പലിശ 2% ഗവൺമെൻറ് തിരിച്ചു നൽകുന്നുണ്ട്. ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന നിലയിൽ 2% പലിശ ഗവൺമെൻറ് തിരിച്ചു നൽകും. അത് കൃത്യമായി തിരിച്ചടയ്ക്കുന്ന വനിതകൾക്കാണ് ഈ 2% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഗവൺമെൻറ് നൽകുന്നത്. ഇത് ഏതൊക്കെ മേഖലകളിൽ സംരംഭങ്ങൾ തുടങ്ങാനാണ് മാം? അതിൽ വേറെ എന്തെങ്കിലും കൃത്യമായിട്ട് മാനദണ്ഡങ്ങളുണ്ടോ? അതായത് ഇത്ര പേര് പ്രവർത്തിക്കണം, ഇത്ര മേഖലയിൽ പ്രവർത്തിക്കണം, അതിൻ്റെ ഒരു എന്താണ് ഒരു പ്രക്രിയ എന്താണ്? ഇപ്പോൾ ഒരു വനിത ഒരു എന്തെങ്കിലും തുടങ്ങാൻ, ഏതെങ്കിലും ഒരു യൂണിറ്റ്, ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, എങ്ങനെയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ബാങ്കിനെ സമീപിക്കേണ്ടത്? അതെ, ഇതിനകത്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് ഈ വനിത ഒരു SHGയിലെ മെമ്പർ ആയിരിക്കണം. ആ SHG എന്ന് പറയുന്നത് മിനിമം 2 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം. തുടങ്ങിയിട്ട് 2 വർഷമെങ്കിലും കഴിഞ്ഞ SHG യൂണിറ്റുകളായിരിക്കണം. അതിൽ നിന്ന് ഒരു സംരംഭകയെ നമ്മുടെ കുടുംബശ്രീ CDS ഉണ്ടല്ലോ, അവർക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ബാങ്കിനെ സമീപിക്കാവുന്നതാണ്. ഇത് വ്യക്തിഗത ലോണാണ്, സ്വയം സിദ്ധ ലോൺ. സ്വയം സഹായ സാധാരണ ഒരു ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ലോണല്ല. ഈ ഗ്രൂപ്പ് ലോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഗ്രൂപ്പ് ലോൺ നമ്മുടെ ഈ ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ 9 ലക്ഷം സ്വയം സഹായ സംഘങ്ങൾക്ക് SBI ഓൾറെഡി SHGകൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നിലവിലുണ്ട്. അപ്പം സ്വയം സഹായ സംഘങ്ങൾ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് നമ്മളിപ്പോഴും ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രൂപ്പുകൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വ്യക്തിപരമായി കൊടുക്കുന്ന ലോണാണ് സ്വയം സിദ്ധ. അതിന്റെ ബാക്കി മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് മാം? അതെ, അപ്പോൾ ഈ സ്ത്രീകൾക്ക് ലോണിനായിട്ട് ചെല്ലുമ്പോൾ അവർ നേരിടുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതായത് DPR, പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കൽ, അതുപോലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് സാധ്യമാകത്തില്ല. അപ്പോൾ സ്വയം സിദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റോ പ്രോജക്റ്റ് റിപ്പോർട്ടോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് ഈ ലോൺ നൽകാനായിട്ട് സാധിക്കും. മാം, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് മറ്റൊരു കോളർ ലൈനിലുണ്ട്. കൊല്ലത്ത് നിന്നല്ലത. ഹലോ, നമസ്കാരം മാം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. സംസാരിച്ചോളൂ മാം, മാമിനോട് ചോദിച്ചോളൂ. എനിക്ക് ഞങ്ങൾ രണ്ടും കേൾക്കുന്നുണ്ട്. പറഞ്ഞോ മാഡം. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. 2-3 പേര് കൂടി ചേർന്നൊരു ചെറിയ മുളക്, ഈ ചെറിയ പൊടി ഐറ്റങ്ങൾ എടുത്തേ, പൊടി ഐറ്റങ്ങളെ ശരിയാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരം നമുക്കൊരു ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്കത് 2 രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, നമുക്ക് ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് നമുക്ക് SHG പോലെ തന്നെ ഉള്ള ഗ്രൂപ്പുകളുണ്ട്. ഈ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന രീതിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ അങ്ങനെ ലോൺ എടുക്കാം. അല്ലെങ്കിൽ ഈ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വയം സിദ്ധ ലോൺ എന്നും പറഞ്ഞിട്ട് ലോണുണ്ട്. അത് ഒരു വ്യക്തിക്കായിട്ട് നൽകുന്ന ലോണാണ്. ആ സ്വയം സിദ്ധ ലോണിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നിങ്ങൾക്ക് നല്ലത്. അതാവുമ്പോൾ അതിനകത്ത് കുറേ അധികം ഇളവുകളുണ്ട്. അതിൽ അപ്രോച്ച് ചെയ്ത് ഏറ്റവും അടുത്തുള്ള ശാഖയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ എളുപ്പമുണ്ടാകും. അതെ മാഡം, അത് ഞാൻ എവിടെ സ്വയം സിദ്ധ ലോൺ ചെയ്യാൻ നമ്മൾ എവിടെയാണ് ചെയ്യേണ്ടത്? മാഡത്തിന്റെ തൊട്ടടുത്തുള്ള SBI ശാഖയിൽ ചെന്നാൽ മതി. SBI. വിളിച്ചതിന് നന്ദി മാം. ഇപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്ന മാം, ഒരുപാട് സ്ത്രീകളെ സഹായിക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കും. മാം, ഇപ്പൊ പദ്ധതിയുടെ ഇപ്പൊ ഗ്രൂപ്പ് ലോൺ ആയിട്ട് എടുക്കുന്നതുമായിട്ട് അതിനേക്കാളും ഇതിനുള്ള മെച്ചമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ മറ്റെന്തൊക്കെ മേന്മയാണുള്ളത് നമ്മൾ ഈ ലോൺ എടുത്താൽ, സ്വയം സിദ്ധ ലോൺ എടുത്താൽ? പിന്നെ ഞാൻ അതിൻ്റെ ഏതാണ്ട് നല്ല വശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈട് ആവശ്യമില്ല, 2% പ്രോജക്റ്റ് റിപ്പോർട്ട് ആവശ്യമില്ല, പിന്നെ 2% പലിശ സബ്സിഡി ലഭ്യമാകും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ.
മാമിന്റെ അഭിപ്രായത്തിൽ ഈ ഗ്രൂപ്പ് ലോണും ഇങ്ങനെ വ്യക്തിപരമായ ലോണും എടുക്കുമ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അതുപോലെ തന്നെ പലപ്പോഴും ചിലപ്പോൾ സ്ത്രീകൾക്ക് തിരിച്ചടവിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾ അതിനെ കാണേണ്ടത്? അതെ, ഈ സ്വയം സഹായ സംഘങ്ങളുടെ ലോണുകൾ, അതായത് കുടുംബശ്രീ ലോണുകളുടെ ഏറ്റവും വലിയൊരു മേന്മ അത് തന്നെയാണ്. ഗ്രൂപ്പ് ലോണുകളാവുമ്പം പിയർ പ്രഷർ എന്ന് പറയും നമ്മൾ, അന്യോന്യമുള്ള തിരിച്ചടയ്ക്കാനുള്ള ആ ഒരു ഉത്സാഹം അവർക്ക് കൂടും. അതായത് അവർ ഒരാഴ്ചയെ കൂടിയിട്ട് അവർ തുക പിരിച്ചാണ് ഇത് അടയ്ക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് അത് അടയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ത്രീകൾക്ക് പൊതുവേ ആ ഒരു ഇൻഹിബിഷൻ വരും, എങ്ങനെയും അത് അടയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്ക് മുന്നേ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബശ്രീ ലോണുകൾ പൊതുവേ NPA ആവാറില്ല. എല്ലാ തിരിച്ചടവുകളും വളരെ കൃത്യമായിട്ട് നടക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സംരംഭകരാവുന്ന സ്ത്രീകളുടെ കാര്യം എടുത്താലും അത് തന്നെയാണ്. സ്ത്രീകൾക്ക് ലോൺ കൊടുത്താൽ നമുക്ക് ഒന്നും കൂടെ തിരിച്ചടവിൽ വളരെ കൃത്യത ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇനിയും കൂടുതൽ സംസാരിക്കാനുണ്ട് മാം. അതിനു മുമ്പ് മറ്റൊരു ഇടവേളയാണ്. സാമൂഹ്യ പാഠത്തിൽ ഇനി മറ്റൊരു ഇടവേള. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. അന്തർദേശീയ വനിതാ ദിനം ആഘോഷിക്കുന്ന ഇന്നത്തെ ദിവസം സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ഇൻ വിമൻ, അതായത് സ്ത്രീകളിൽ നിക്ഷേപിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ സൂര്യ S ആണ്. SBI അഗ്രി ബിസിനസ് യൂണിറ്റിൻ്റെ തിരുവനന്തപുരം ലോക്കൽ ഹെഡ് ഓഫീസിൻ്റെ മാനേജറാണ്. മാം, നമ്മൾ നേരത്തെ വിവിധ ലോണുകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു, പ്രത്യേകിച്ചും സ്വയം സിദ്ധ ലോൺ. മാം പറഞ്ഞത് ഇപ്പോൾ സ്ത്രീകൾ ഒരു കൂട്ടായ്മയായിട്ട് ഇപ്പോൾ ലോൺ എടുക്കുമ്പോൾ അവർക്ക് തിരിച്ചടയ്ക്കാനുള്ള അവരുടെ ഇടയിൽ ഒരു സമ്മർദ്ദവും അവർ പലപ്പോഴും കൃത്യമായി തന്നെ ലോൺ തിരിച്ചടയ്ക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇതുപോലെ മറ്റ് എന്ത് ലോൺ പദ്ധതികളാണ് ഇപ്പോൾ നിലവിലുള്ളത്? സ്ത്രീകൾക്കായി ഉള്ള പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഈ സ്വയം സിദ്ധ പദ്ധതിയാണ്. അതുകൂടാതെ നമുക്ക് സ്വയം സിദ്ധ പദ്ധതി എത്ര കാലങ്ങളായി ഇപ്പോൾ നിലവിലുണ്ട്? നിലവിൽ വന്നിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വന്നതേ ഉള്ളൂ. സ്വയം സിദ്ധ പദ്ധതി നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ വന്ന ലോണാണ്. അതുപോലെ മാം സ്റ്റാൻഡപ്പ് ഇന്ത്യ ലോൺ. പിന്നെ നമുക്ക് സ്ത്രീകൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു ലോണാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ ലോൺ എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ സ്വയം സിദ്ധയിൽ പറഞ്ഞത് 80,000 തൊട്ട് 5 ലക്ഷം വരെ ഉള്ള വായ്പയാണ്. എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങാനും അത് മുന്നിലേക്ക് കൊണ്ടുവരാനുമുള്ള വായ്പാ പദ്ധതിയാണ് സ്വയം സിദ്ധ പദ്ധതി. സ്റ്റാൻഡപ്പ് ഇന്ത്യ ലോൺ എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി വലിയ രീതിയിലുള്ള സംരംഭങ്ങൾ, അതായത് 10 ലക്ഷം തൊട്ട് 1 കോടി വരെയുള്ള ലോണാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ ലോണായിട്ട് നൽകുന്നത്. അതെ, ഇപ്പം മാം അതുപോലെ തന്നെ ഈ ഒരു മാമിൻ്റെ അനുഭവത്തിൽ ഇപ്പം ഈ 3 ലോണുകളെ കുറിച്ച് പറഞ്ഞു. മാമിൻ്റെ ഒരു അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ലോണുകളൊക്കെ വാങ്ങിച്ച് അതുപോലെ ലോൺ എടുത്ത ശേഷം സംരംഭങ്ങൾ തുടങ്ങിയ സ്ത്രീകളുടെ അവരുടെ മുമ്പോട്ടുള്ള ഒരു യാത്ര, അവരുടെ അനുഭവങ്ങൾ അതെങ്ങനെയാണ് പ്രത്യേകിച്ചും? അതെ, അവർ ഇപ്പം നമ്മൾ ബ്രാഞ്ചസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരു ലോൺ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ടൈലറിങ് യൂണിറ്റോ, ചെറിയ രീതിയിൽ പറയുവാണെങ്കിൽ ഒരു ടൈലറിങ് യൂണിറ്റോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കാറ്ററിങ് യൂണിറ്റ്, അങ്ങനെയൊക്കെ തുടങ്ങിയ സംരംഭകരുണ്ട്. അവർ ഒരു ചെറിയ ലോണായിരിക്കും ആദ്യം എടുക്കുന്നത്. അതിനുശേഷം അവർ അടുത്ത ലോണിലായിട്ട്, അതായത് അവരുടെ ആ സംരംഭം വിജയിച്ചതിന് ശേഷം ആ ലോൺ കൂടുതൽ പുതുക്കിയെടുക്കുന്നതിനായിട്ട് പിന്നെയും വരാറുണ്ട്. അപ്പം നമുക്ക് അത് കാണുമ്പോഴാണ് ഏറ്റവും വളരെ സന്തോഷം തോന്നുന്നത്. പല വിധത്തിൽ ശാക്തീകരിക്കപ്പെടുന്നുണ്ട്. അതെ അതെ.
അത് ശരിക്കും സമൂഹത്തിൽ വലിയ മാറ്റങ്ങളും കൊണ്ടുവരുന്നത്. തീർച്ചയായും. അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് മാം, ഇപ്പം നമ്മൾ സ്ത്രീകളിൽ നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കാലാകാലങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എല്ലാവരെയും ബാങ്കിങ് മേഖലയിലേക്ക് കൊണ്ടുവരിക, ബാങ്കിങ്ങിൽ എല്ലാവർക്കും സാമ്പത്തിക ശക്തീകരണം ഉറപ്പാക്കുക. അത് എത്രമാത്രം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അതിൻ്റെ തോത് വളരെ കൂടുതലാണ്. മാമിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ കുട്ടികളായാലും പല മേഖലകളിൽ ദൂരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന മനുഷ്യരായാലും ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവരായാലും ഈ ഒരു സാമ്പത്തിക മേഖലയിൽ അവരുടെ ഒരു ഇടപെടൽ എത്ര പ്രധാനമാണ്? തീർച്ചയായിട്ടും ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ പാർട്ടായിട്ടാണ് ഗവൺമെൻറ് ഈ PMJDY അക്കൗണ്ട് കൊണ്ടുവന്നത്. എല്ലാവർക്കും അക്കൗണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ആ PMJDY അക്കൗണ്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇനിയും അക്കൗണ്ട് എടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് വളരെ സംശയിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയാലും ഒക്കെ നമുക്ക് ഈ അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമുക്ക് സ്ത്രീകളുടെ അതായത് പെൺകുഞ്ഞുങ്ങളുടെ ലോണുകൾക്ക് നമുക്ക് 0.5% പലിശ കുറവുണ്ട്. എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം അത് മാത്രമാണോ? പെൺകുട്ടികൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. 0.5% പലിശ കുറച്ചാണ് നമ്മൾ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ ലോണിന് നൽകുന്നത്. ആ രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ പാർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ PMJDY അക്കൗണ്ട്സ് 0 ബാലൻസ് അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് പ്രാപ്യമാണ്. പിന്നെ നമുക്ക് നമ്മളുടെ കയ്യിൽ വരുന്ന അനുസരിച്ചുള്ള തുകകൾ അതിനകത്ത് നിക്ഷേപിച്ചാൽ മതിയാകും. അതുപോലെ നമ്മുടെ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, ഡിജിറ്റൽ വൽക്കരണം, ഇപ്പോൾ ബാങ്കിങ് മേഖലയിൽ ഒരുപാട് സാധ്യതകൾ, ഇപ്പോൾ ഏറ്റവും സാധാരണ മനുഷ്യൻ ഇപ്പോൾ GPay ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഒരു യാഥാർത്ഥ്യമാവുകയല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ SBIയിലാണെങ്കിൽ നമുക്ക് യോനോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. യോനോ ആപ്പ്. ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ നമുക്ക് മറ്റൊരാൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കാനും ഒക്കെ സാധിക്കും. അതുകൂടാതെ നമുക്ക് അതിനകത്ത് യോനോ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സമ്പ്രദായമുണ്ട്. അതായത് ATM കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ATMിൽ നിന്ന് ക്യാഷ് എടുക്കാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണത്. അപ്പം നമ്മൾ അതിനകത്തൊരു പിൻ ജനറേഷനാണ്, അത് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു പിൻ ജനറേഷനാണ്. ഈ പിൻ നമ്മൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് വേറൊരിടത്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് ആ പിൻ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തൊട്ടടുത്തുള്ള ATMിൽ ചെന്നിട്ട് ആ ക്യാഷ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കും, ആ പിൻ ഉപയോഗിച്ച്, ATM കാർഡ് ഇല്ലാതെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളർച്ചകൾ നമ്മുടെ ഡിജിറ്റൽ മേഖല, സാങ്കേതിക വിദ്യ മാറുന്നതനുസരിച്ച് ബാങ്കിങ് മേഖലയിലും ധാരാളം മാറ്റങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ബാങ്കുകൾ പ്രത്യേകിച്ചും? നമുക്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ കൗൺസിലേഴ്സ് ഉണ്ട്. അതുവഴി നമ്മൾ വിവിധ ക്ലാസ്സുകൾ എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സെമിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വനിതകൾക്കായി നമ്മൾ വിവിധ തരം ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മുന്നേറ്റമാണ്. അതിലൂടെ നമുക്ക് ഈ വരുന്ന പുതിയ പുതിയ പദ്ധതികളും എല്ലാം നമുക്ക് ആ ഗ്രാമീണ മേഖല ഒന്നാകെ അറിയിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ മാം, ഇപ്പം നഗരത്തിലാണെങ്കിലും എല്ലാവരും വളരെയധികം എന്താ പറയുന്നത് സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടവർ ആകണം എന്നില്ല. നഗരമേഖലകളിലും ദാരിദ്ര്യം നിലവിലുണ്ട്. നഗരമേഖലകളിലും വളരെ സാധാരണ ബുദ്ധിമുട്ടി ജീവിക്കുന്ന അനേകം സ്ത്രീകളുണ്ട്. അവരുടെ ബാങ്കിങ് മേഖലയിലുള്ള ഒരു ഇടപെടൽ എങ്ങനെയാണ്? അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേക പദ്ധതികളുണ്ടോ? നമുക്ക് ഈ NRLM പോലെ തന്നെ, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ പോലെ തന്നെ NULM ഉണ്ട്. അതായത് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പം അതിനകത്തും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് റൂറൽ മേഖലയിൽ മാത്രമല്ല അർബൻ മേഖലയിലും നമുക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങാൻ സാധിക്കും. അപ്പം അവർക്കും അതിനകത്ത് ഇൻട്രസ്റ്റിൻ്റെ സബ്വെൻഷൻ ഗവൺമെൻറ് നൽകുന്നുണ്ട്. 10 ലക്ഷം രൂപ വരെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ലോണുകൾക്ക് അർബൻ മേഖലയിലും നമുക്ക് ഗവൺമെൻറ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ നൽകുന്നുണ്ട്.
അതുപോലെ മാം ഇപ്പം സ്ത്രീകൾ വ്യക്തിഗതമായ ലോൺ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്വയം സിദ്ധ, ഇപ്പം ഇവർക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം, ഇവരുടെ വരുമാനം, അങ്ങനെ ഏതെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ മാനദണ്ഡം അതിൽ പറയുന്നില്ല. ഏത് വ്യക്തിക്കും സംരംഭം തുടങ്ങാൻ ആഗ്രഹമുള്ള ഏത് വ്യക്തിക്കും നമുക്ക് സ്വയം സിദ്ധ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും. മാം ഇപ്പം അഗ്രി ബിസിനസ് യൂണിറ്റിന്റെ മാനേജറാണ്. ഇപ്പം കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമ്മൾ സ്ത്രീ കർഷകർ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായ, അതുപോലെ സ്ത്രീകളുടെ ഇപ്പം കർഷകരുണ്ടെങ്കിലും അവരുടെ പേരിൽ ഭൂമി ഉണ്ടാവണം എന്നില്ല. അപ്പം കൃഷിയുമായി ബന്ധപ്പെടുത്തി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? സ്ത്രീകൾ അങ്ങനെ ലോൺ എടുക്കുന്നുണ്ടോ? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കാർഷിക മേഖലയിൽ പൊതുവെ സ്ത്രീകളുടെ സാന്നിധ്യം കുറവാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് കുറേയധികം ആൾക്കാർ കൃഷി മേഖലയിലും ഉണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് പലവിധമായ പദ്ധതികൾ, പക്ഷേ അത് സ്ത്രീകൾക്കായി മാത്രമുള്ള കൃഷി മേഖലകൾ ഇല്ല, എല്ലാവരും ചെയ്യുന്നത്. അതിനകത്തിപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ലോണാണ് പൊതുവെ എല്ലാവർക്കും കൃഷിക്കായിട്ട് നൽകുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്. അത് നമ്മളുടെ എത്രയാണോ നമ്മളുടെ കൃഷി, എത്രയാണോ നമ്മളുടെ ആ കൃഷി ചെയ്യുന്ന ഏരിയ, അതിനനുസരിച്ചാണ് കൃഷി വായ്പ നൽകുന്നത്. അത് ഓരോ വ്യക്തിക്കും അവരുടെ സ്വന്തം ഭൂമിയാകാം, അല്ലെങ്കിൽ അവർ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതാവാം, ഏതാണെങ്കിലും നമുക്ക് കൃഷി വായ്പ നൽകാൻ സാധിക്കും. പിന്നെ സ്ത്രീകളുടെ ഒരു ഇതിനകത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും വരുമ്പം ഇതിനകത്ത് സബ്സിഡികൾ നൽകാറുണ്ട്. അപ്പം സ്ത്രീകളെ കൃഷിയിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് നമ്മൾ സബ്സിഡി നൽകുമ്പം നോർമൽ സബ്സിഡിയും സ്ത്രീകൾക്ക് മറ്റൊരു സബ്സിഡി പെർസെൻറ്റേജുമാണ് നൽകുന്നത്. അപ്പം ഇപ്പോൾ മത്സ്യസമ്പദ യോജന എന്നൊക്കെ പറഞ്ഞ സ്കീമുണ്ട്. അതിനകത്ത് വളരെ വലിയ സബ്സിഡിയാണ് സ്ത്രീകൾക്ക്. ജനറലായിട്ട് 40% സ്ത്രീകൾക്ക് 60% വരെ സബ്സിഡി നൽകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഇപ്പം നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. മത്സ്യസമ്പദ യോജനയിലും അതുപോലെ നമുക്ക് PMFME എന്ന് പറഞ്ഞിട്ട് ഫുഡ് പ്രോസസ്സിങ് ശരിക്കും സ്ത്രീകൾക്ക് വളരെ മുന്നോട്ട് വരാവുന്ന ഒരു മേഖലയാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് PMFME എന്നുള്ളത്. അതിനകത്ത് 35% സബ്സിഡി നൽകുന്നുണ്ട്. അപ്പം നമുക്ക് അത്രത്തോളം ഗവൺമെൻറ് നൽകിക്കൊണ്ടാണ് നമുക്ക് ഈ പദ്ധതികളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയം കൈവരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇനി നമുക്ക് സാമൂഹ്യ പാഠത്തിൽ മറ്റൊരു ഇടവേളയാണ്. സാമൂഹ്യ പാഠത്തിൽ ഇനി മറ്റൊരു ഇടവേള. സമകാലികം ദൂരദർശൻ അവതരിപ്പിക്കുന്ന തത്സമയ വാർത്താധിഷ്ഠിത പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30. പുനഃസംപ്രേഷണം രാത്രി 12-നും അടുത്ത ദിവസം രാവിലെ 9-നും. തത്സമയം യൂട്യൂബിലും കാണാം. സമകാലികം. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. അന്തർദേശീയ വനിതാ ദിനം ആഘോഷിക്കുന്ന ഇന്നത്തെ ദിവസം ഇൻവെസ്റ്റ് ഇൻ വിമൻ, സ്ത്രീകളിൽ നിക്ഷേപിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാം, നമ്മൾ ഏകദേശം ഈ സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബാങ്കിങ് മേഖലയെക്കുറിച്ച് പറയും. മറ്റു പല മേഖലകളിലും സ്ത്രീകളുടെ തുല്യ പ്രാതിനിധ്യം ഇല്ലാതിരിക്കുമ്പോൾ ബാങ്കിങ് മേഖലയിൽ സ്ത്രീകളുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. അതിനെപ്പറ്റി എന്താണ്? അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതെ, ഞാൻ ഇന്നും പത്രത്തിൽ കണ്ടതാണ്, നമ്മുടെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ 15% സ്ത്രീ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ബാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ SBIയിൽ പ്രത്യേകിച്ചും ഓൾ ഇന്ത്യ ബേസിസിൽ 30% സ്ത്രീകളാണ്. കേരളത്തിൽ SBIയിൽ 50%. അത് വലിയൊരു പെർസെൻറ്റേജാണ്. 50%-ലേറെ സ്ത്രീ പ്രാതിനിധ്യമാണ് ബാങ്കിങ് മേഖലയിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാങ്കിങ് മേഖല എല്ലാ സ്ത്രീകൾക്കും വരാവുന്ന ഒരു മേഖലയാണ്. വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ ബാങ്കിങ് മേഖലയിലുള്ളത്. പിന്നെ വളരെ സന്തോഷകരമായൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഹെഡ് ശ്രീ ഭുവനേശ്വരി മാഡമാണ്. SBIയുടെ ഹെഡായിട്ട് ഉള്ളത് ഒരു സ്ത്രീ
സ്ത്രീയാണ്. ഈ വർഷത്തെ നമ്മുടെ വനിതാ ദിനത്തിന്റെ സന്ദേശം തന്നെ ലീഡർഷിപ്പിലും നേതൃത്വത്തിലും സ്ത്രീകളെ കൊണ്ടുവന്ന് ശാക്തീകരിക്കലാണ്. അപ്പൊ ഇതുമായിട്ടെല്ലാം ബന്ധപ്പെടുത്തി നമ്മൾ ഇൻവെസ്റ്റ് ഇൻ വിമൻ, സ്ത്രീകളിൽ നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയ മാനങ്ങളുണ്ട്. ഇപ്പൊ മാം ലോൺസിനെ കുറിച്ച് പറഞ്ഞു, ഡെപ്പോസിറ്റുകളെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകൾക്ക് സംരംഭം തുടങ്ങാൻ അവരുടെ സംരംഭകത്തെ സഹായിക്കുന്ന പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ സ്ത്രീകളിൽ നിക്ഷേപിക്കുമ്പോൾ, സാമ്പത്തികമായി നിക്ഷേപിക്കുമ്പോൾ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ചേർത്ത് ഇന്നത്തെ വനിതാ ദിനത്തിൽ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അവരെങ്ങനെയൊക്കെയാണ്, പ്രത്യേകിച്ചും ഏത് പദ്ധതികളാണ് സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന് ചുരുക്കി പറയാൻ സാധിക്കുമോ? സ്ത്രീകൾക്ക് ഉപയോഗിക്കേണ്ട പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് സ്കീംസ് തീർച്ചയായും വേണം. ഈ മഹിളാ സമ്മാൻ പദ്ധതി പോലുള്ള പദ്ധതികൾ, അതുപോലെ സുകന്യ സമൃദ്ധി പദ്ധതികൾ, അതുപോലെ ലോണിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സ്വയം സിദ്ധ പദ്ധതി വളരെയധികം ഉപകാരപ്രദമായ പദ്ധതിയാണ്. അതെല്ലാവരും ഉപകാരപ്പെടുത്തണം. അതുപോലെ നമ്മൾ കാലാകാലങ്ങളായി നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണവും ലിംഗസമത്വത്തിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ കാൽപ്പനികമായി നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. 10 കൈയുള്ള സ്ത്രീത്വത്തിനെയൊക്കെയാണ് ഇപ്പോഴും നമ്മൾ കാൽപ്പനികമായാണ് ഇപ്പോഴും അത്രയും ഇതായിട്ടാണ് നമ്മളെയൊക്കെ ചിത്രീകരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അല്ലാണ്ട് സ്ത്രീകളെ വളരെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട്, അതിഭാവുകത്വം നൽകാതെ വ്യക്തിയായി കണ്ടുകൊണ്ട് അവളുടെ സ്വപ്നങ്ങളെ എല്ലാം എന്താ പറയുക, അതെ, അതിലേക്ക് എത്താനായിട്ട് നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിലേക്കായിട്ട് SBI എന്നും സ്ത്രീകളുടെ ഒപ്പം ഉണ്ടാവും. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നൽകുന്നു. തീർച്ചയായിട്ടും മാം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ അതിഭാവുകത്വവും കാൽപ്പനികതയും ഒന്നുമില്ലാതെ സ്ത്രീകളെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള, അവരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള, സ്ത്രീകൾ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടാനുള്ള, സാമ്പത്തികമായ ശാക്തീകരണത്തിലൂടെ അവരുടെ കുടുംബത്തെ, വ്യക്തി എന്ന നിലയിൽ സ്വയത്തെയും അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും കുട്ടികളെയും ഒക്കെ അവരുടെ ജീവിതത്തെ മുൻപോട്ട് കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി നയിക്കാൻ കഴിയുന്ന, അതുപോലെ പ്രാദേശികമായി സാമൂഹികമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും ഒക്കെ ഇടപെടാനുള്ള അവർക്ക് കരുത്ത് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയാണ്, പ്രധാനപ്പെട്ട മാർഗമാണ് സാമ്പത്തികമായ ശാക്തീകരണം. ഇൻവെസ്റ്റ് ഇൻ വിമൻ, സ്ത്രീകളിൽ നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ ആ സാമ്പത്തിക ശാക്തീകരണത്തിന് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ബാങ്കിങ് മേഖലയിൽ ലഭ്യമാണ്. മാം അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു. ഇന്നത്തെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ബാങ്കിങ് മേഖലയിൽ ലഭ്യമായ, ഗവൺമെൻറ് മുഖേനയും ബാങ്കുകൾ മുഖേനയും ലഭ്യമായ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കണം. അതുവഴി അവരുടെ ജീവിതത്തെ കൂടുതൽ ശാക്തീകരിക്കണം എന്ന ഒരു അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട്. ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വനിതാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. സ്ത്രീകൾക്ക് തുല്യ മനുഷ്യരായി ജീവിക്കാനുള്ള ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ടുവരാൻ, അതിന് സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുവാൻ ഇന്നത്തെ സംഭാഷണത്തിന് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാകുന്നു. സാമൂഹ്യ പാഠത്തിൽ അതിഥിയായെത്തിയതിന് നന്ദി. നമസ്കാരം. നമസ്കാരം.